വയനാടിന്റെ കുടുംബമാണ്, അമേഠിയുടെ കുടുംബമാണ്, റായ്ബറേലിയുടെ കുടുംബമാണ്. ഒക്കെ ശരിയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തുകയും സംരക്ഷിക്കുകയും നെഹ്റു കുടുംബത്തിന്റെ സമ്പത്തുമാക്കി വെച്ച അമേഠി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല? ഇതിനെയല്ലേ ഞങ്ങൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്? സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ, സ്വന്തം ജനങ്ങൾ വോട്ടർമാർ തന്നെ പിൻകാലുകൊണ്ട് തൊഴിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഓടിയെത്തി അഭയം കൊടുത്ത വയനാട്ടിനെ അദ്ദേഹം തിരസ്കരിക്കുന്നതിൽ ഒരു അപ്രായോഗികതയില്ലേ? അദ്ദേഹം തിരിച്ചുപോയ അമേഠിയിലായിരുന്നു മത്സരിച്ച് ജയിച്ചതെങ്കിൽ ലോജിക് കൊണ്ട് അദ്ദേഹം അമേഠി തന്നെ സ്വീകരിക്കണം. പക്ഷെ അവിടെ അദ്ദേഹം സ്വീകരിച്ചില്ല. അതിനും കോൺഗ്രസിന്റെ കാരണങ്ങൾ ഉണ്ടാകാം. നിയാസിന് ഒരുപക്ഷെ അത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുമുണ്ടാകാം. നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിലെ മറ്റൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. സ്വന്തം സഹോദരി ഭർത്താവ് അളിയൻ മറ്റൊരു അധികാര കേന്ദ്രമായി വളരുന്ന ഘട്ടത്തിൽ അത് തടയുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ടാകാം. രാഷ്ട്രീയ രംഗത്തിന്റെ അടക്കത്തളങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പൊ നിയാസ്, നിങ്ങൾ ഉന്നയിച്ച കുറെ ആരോപണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ലേ? പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിച്ചത് കോൺഗ്രസിന്റെ വെറും ആരോപണം മാത്രമാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും, ദീർഘകാല നിയമ പോരാട്ടം നടത്തി സോറനോട് JMM കോഴക്കേസില് ശിക്ഷിക്കപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി? നിങ്ങളൊരു ആരോപണം പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് തെളിയിക്കപ്പെട്ട കാര്യമല്ലേ? ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവിന് പണം കൊടുത്ത് നിങ്ങൾ സ്വാധീനിച്ചത് കോടതി ശിക്ഷിക്കപ്പെട്ടതിന്റെ അർത്ഥം എന്താണ്? തെളിവ് സഹിതം പിടികൂടപ്പെട്ടിരിക്കുന്നു. മറിച്ച് നിങ്ങൾ പറയുന്നത് കേവലം ആരോപണം മാത്രമാണ്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഞങ്ങൾ JMM കോഴക്കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ടതുപോലെ ഒരു നിയമ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാവാത്തത് എന്താണ്? ഇവിടെ മറ്റൊരു വിഷയവും കൂടിയുണ്ട്. അദ്ദേഹം വയനാട്ടുകാരോട് ചെയ്തത് ചതിയാണ്, വഞ്ചനയാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു ആപൽ ഘട്ടത്തിൽ തങ്ങളുടെ കൂടെ നിന്ന മേഖലയെ, വോട്ടർമാരെ അദ്ദേഹം ചതിച്ചു. അതിനും കാരണമുണ്ട് നിയാസ്. നിങ്ങളിപ്പോ ഭൂരിപക്ഷമൊക്കെ പറയുമ്പോ എല്ലാ ഭൂരിപക്ഷവും നമ്മൾ കാണണമല്ലോ. രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയ ഭൂരിപക്ഷം എന്തുകൊണ്ട് ഇടിവ് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ വയനാട്ടിലെ പ്രതിബദ്ധത എന്തായിരുന്നു? വയനാട്ടിലെ കുടിയേറ്റ കർഷക മേഖലകളിൽ കോൺഗ്രസിനുണ്ടായ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഗണ്യമായ കുറവിന്റെ കാരണം എന്താണ്? ഇതൊക്കെ അവലോകനം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് പച്ച ശുദ്ധയായ രാഷ്ട്രീയം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ രാഷ്ട്രീയ ധാർമ്മികത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടുകാർ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ ഇതാ എന്റെ സ്വന്തം പ്രദേശമായ ഉത്തർപ്രദേശിൽ ഞാൻ മത്സരിക്കും, അതിനുശേഷം രണ്ടിടത്ത് എവിടെ നിന്ന് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. അതിൽ തെറ്റുണ്ടായിരുന്നില്ല. മറിച്ച് ഉത്തർപ്രദേശിലെ എല്ലാ സീറ്റുകളും പ്രഖ്യാപിച്ച കോൺഗ്രസ് രണ്ടാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് പ്രഖ്യാപിച്ചപ്പോൾ അമേഠിയും റായ്ബറേലിയും മാത്രം മാറ്റിവെക്കുകയും വയനാട് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് ശേഷം അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വയനാട്ടുകാരെ ചതിക്കാൻ ഉറച്ച്, ഒരുപക്ഷെ വയനാട്ടുകാരുടെ നിഷ്കളങ്കതയോ രാഷ്ട്രീയ അജ്ഞതയോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഐക്യത്തിനോടുള്ള പ്രതിബദ്ധതയോ ചൂഷണം ചെയ്ത് തനിക്ക് ഒരു ഷുവർ സീറ്റ് തരപ്പെടുത്തി കഴിഞ്ഞ് താൻ മറ്റിടത്ത് ജയിക്കുകയാണെങ്കിൽ ഇവരെ ഉപേക്ഷിച്ചു പോകുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ അദ്ദേഹം മനസ്സിലൊളിപ്പിച്ച ചതി ആയിരുന്നില്ലേ എന്ന് സംശയിക്കുന്നത് ഈ കാപട്യമാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്.